Dear students, we are continuing with the fundamentals of computers. I think we are in the third class today. When I finished the last class, I told you about the functional units of a computer. I will today show you a block diagram representing the functional units of a computer. And in this functional units, we have identified the units as the first one is the input unit. The second one is the central processing unit. Third one is the storage unit. And the fourth one is the output unit. നമ്മുടെ മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഈ ഒരു മോഡൽ ഫോളോ ചെയ്യുന്ന കമ്പ്യൂട്ടറുകളാണ്. And it was proposed by, I told you, it was proposed by a mathematician and a computer scientist known as John von Neumann. Now, ഈ ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. With respect to data processing, we had seen that data processing the various stages നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. Input of data, processing of data, output of information, storage of data എന്നൊക്കെ പറഞ്ഞു കണ്ടിരുന്നു. ഈ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റുകളാണ് കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ. So among this, first we will discuss about the input unit. Input unit comprises of all the devices which is capable of inputting data, which is used for feeding data into the computer. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഫീഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡും മൗസും ഒക്കെ. യു ഹാവ് സീൻ ഓൾ ദീസ് തിങ്സ് അല്ലേ? ഈ ഡിവൈസുകളൊക്കെ നമ്മൾ എല്ലാ കമ്പ്യൂട്ടറിന്റെ കൂടുതൽ കാണുന്നതാണ്. അതുകൊണ്ട് അതിന് കോമൺ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയും. There are also other devices like optical mark readers, optical character recognitions, MICR, joystick, light pen. ഇങ്ങനെ ഒരുപാട് ഡിവൈസുകൾ ഉണ്ട്. We will discuss most of these devices in the next chapter. Components of computer എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ ഡിവൈസുകളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ ഈ ഇൻപുട്ട് ഡിവൈസ് എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഇൻപുട്ട് ഡിവൈസ്? നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, ദിസ് ഡിവൈസസ് ഹാവ് ടു അക്സെപ്റ്റ് ഡാറ്റ ഫ്രം ദ യൂസർ. യൂസറിന്റെ അടുത്ത് നിന്ന് ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അതേപോലെ കമ്പ്യൂട്ടറിന് പ്രോസസ് ചെയ്യാൻ പറ്റണമെന്നില്ല. So when this data is accepted by the input device, it has to be converted into a form that should be understood by the computer. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റയെ മാറ്റേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരാളുടെ പേര് എഴുതുമ്പോൾ കുറച്ച് ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് ആൽഫബറ്റ്സ് ആണ് എഴുതുന്നത് വിചാരിക്കും. ബട്ട് that cannot be directly processed by the computer. കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഫോർമാറ്റുകളുണ്ട്. ചില കോഡുകളൊക്കെ ആയിട്ടാണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ കോഡുകളിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പം മെഷീൻ കോഡുകളിലേക്ക്, മെഷീന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഈ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഇൻപുട്ട് ഡിവൈസുകൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ ഇൻപുട്ട് ഡിവൈസിന്റെ. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താ? അക്സെപ്റ്റ് ഡാറ്റ ഫ്രം ദ യൂസർ. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ദിസ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസിങ്. അപ്പോൾ ഈ ഇൻപുട്ട് ഡിവൈസ് കീബോർഡിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ അത് ക്യാപ്ചർ ചെയ്തു, അതിനെ കൺവേർട്ട് ചെയ്തു, അതിൻ്റെ ഒരു കേബിൾ വഴി പ്രോസസ്സറിലേക്ക് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യേണ്ട ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്ന് ഫംഗ്ഷനാണ് ബേസിക് ആയിട്ട് ഒരു ഇൻപുട്ട് ഡിവൈസ് ചെയ്യുന്നത്. അക്സെപ്റ്റ് ഡാറ്റ ഫ്രം ദ യൂസർ, കൺവേർട്ട് ഇറ്റ് ഇൻടു എ ഫോം ദാറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് ബൈ ദ മെഷീൻ, ആൻഡ് തേർഡ്ലി ട്രാൻസ്ഫർ ദിസ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ. ഇനി രണ്ടാമത്തെ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്, CPU എന്ന് പറയും. ആൻഡ് ദിസ് CPU is the brain of the computer. It is there all the processing is performed. അപ്പോൾ ഇതിന് പ്രോസസ്സിംഗ് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില കോമ്പണന്റുകൾ ഈ പ്രോസസ്സിനകത്തുണ്ട്, CPU-നകത്തുണ്ട്. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കീബോർഡ് മൗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ ബോക്സ് ആയിട്ട് കാണുന്ന ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ നമ്മളൊരു ബോക്സ് കാണുന്ന അതിനെ CPU എന്ന് പറയും. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ CPU. CPU is one of the component inside that. ആ ഒരു ബോക്സിനകത്ത് ഒരുപാട് ഡിവൈസുകളുണ്ട്. മദർ ബോർഡ് ഉണ്ട്, മെമ്മറി ഉണ്ട്, പ്രോസസ്സർ ഉണ്ട്, കുറേ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും അങ്ങനെയുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള മൂന്ന് കോമ്പണന്റ്, ഈ പ്രോസസ്സറിനകത്ത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനകത്ത് മൂന്ന് കോമ്പണന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് രജിസ്റ്റേഴ്സ് എന്ന് പറയും, ഒന്ന് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയും,
ആൻഡ് ദ തേർഡ് വൺ ഈസ് കൺട്രോൾ യൂണിറ്റ്. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണന്റുകളാണ് ഈ സി പി യുവിനകത്തുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഇഫ് യു ടേക്ക് രജിസ്റ്റേഴ്സ്, അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ടെമ്പററി മെമ്മറി ലൊക്കേഷൻസ് ഇൻസൈഡ് ദ സി പി യു. സി പി യുവിലുള്ള ചില ഇന്റർമീഡിയറ്റ് റിസൾട്ടുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ ചെറിയ മെമ്മറി യൂണിറ്റുകൾക്ക് പറയുന്ന പേരാണ് രജിസ്റ്റേഴ്സ്. വിൽ ടോക്ക് അബൌട്ട് രജിസ്റ്റേഴ്സ്. പല ടൈപ്പ് രജിസ്റ്ററുകൾ ഉണ്ടാവും, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് കാണാം. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ആർ ടെമ്പററി മെമ്മറി ലൊക്കേഷൻസ്. ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ് വിത്തിൻ ദ സി പി യു, സി പി യുവിനുള്ളിൽ തന്നെ. Then we have the control unit. Control unit is responsible for controlling and coordinating all the activities of the computer. കമ്പ്യൂട്ടറിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്, ഒരു കോമ്പണന്റ് ആണ്. ഇൻസ്ട്രക്ഷൻസ് സീക്വൻസ് ചെയ്യുക, ഡാറ്റ പ്രോസസ്സറിലേക്ക് ഫെച്ച് ചെയ്യുക, മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുക, അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സിഗ്നലുകൾ ഇഷ്യൂ ചെയ്യുക, ഇതെല്ലാം ഈ കൺട്രോൾ യൂണിറ്റിന്റെ responsibilities are. And thirdly, we have the arithmetic and logic unit, which is responsible for performing all arithmetic and logic calculations. എല്ലാ തരത്തിലുള്ള കാൽക്കുലേഷൻസ് കമ്പാരിസൺസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ആണ് കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അരിത്മെറ്റിക് ആൻഡ് ലോജിക് unit. As the name indicates, ALU എന്നാണ് the short form, arithmetic and logic unit, responsible for all arithmetic and logic calculations. Okay, this is the central processing unit which comprises of all these 3 components. ഇപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് അതാണ്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. Storage unit, as you know, is used for storing all devices that are used for storing data is known as a storage unit. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് വേണമെങ്കിൽ 2 തരത്തിലുള്ള സ്റ്റോറേജ് യൂണിറ്റുകളെ കുറിച്ച് പറയാം. ഒന്ന് പ്രൈമറി സ്റ്റോറേജ്, സെക്കൻഡറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് റാം ആൻഡ് റോം, റാൻഡം ആക്സസ് ഡിവൈസസ്, അതായത് റീഡ് ഒൺലി മെമ്മറി ഉണ്ട്, റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഒൺലി മെമ്മറി. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ റാമിലും റോമിലും ചില പ്രത്യേകതരം ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നു. സി പി യുവിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ കംപ്ലീറ്റ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് റാമിലാണ്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഈ വൺസ് കമ്പ്യൂട്ടർ ഇസ് സ്വിച്ച്ഡ് ഓൺ ഇറ്റ് ഈസ് ഇൻസൈഡ് ദ റാം. അത് ഒരു ടെമ്പററി മെമ്മറിയാണ്, വോളറ്റൈൽ മെമ്മറി എന്ന് പറയും. ടെമ്പററി മെമ്മറിയാണ്. പവർ ഉള്ള സമയത്ത് മാത്രമേ അതിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധ്യമാവുന്നുള്ളൂ എന്നുള്ളതാണ് റാമിന്റെ പ്രത്യേകത. റോം അങ്ങനെയല്ല, ഒരു ഡാറ്റ നമ്മൾ പെർമനന്റ് ആയിട്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദേർ ഓൾവേസ്, ഒരു പെർമനന്റ് സ്റ്റോറേജ് ആണ്. ബട്ട് യു ക്യാൻ ഓൺലി റീഡ് ഫ്രം ദാറ്റ്. വൺസ് ഇറ്റ് ഇസ് റിട്ടൺ, പിന്നെ നമുക്ക് അതിനെ റീറൈറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. വി ഹാവ് ടെക്നോളജീസ് ഫോർ ദാറ്റ്, ഫോർ റീറൈറ്റിംഗ്. വി വിൽ ലേൺ അബൌട്ട് ദാറ്റ് ലേറ്റർ. ഇനി അടുത്ത ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ഡിവൈസസ് യൂസ്ഡ് ഫോർ ഔട്ട്പുട്ടിംഗ് ദ ഡാറ്റ. ഇൻഫർമേഷൻ ഔട്ട്പുട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡിവൈസുകളും കൊണ്ട് കംപ്രൈസ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. Among them, most important device is the screen, video, visual display unit. And we have other devices also like printers, plotters പോലെയുള്ള ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഇനി ഔട്ട്പുട്ട് ഡിവൈസുകൾ നമ്മൾ നേരത്തെ ഇൻപുട്ട് ഡിവൈസിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ പല ഫംഗ്ഷനുകളുണ്ട്. ഒന്ന്, ഈ കമ്പ്യൂട്ടറിൽ നിന്നും ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാം. പ്രോസസ് ചെയ്ത ഇൻഫർമേഷൻ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. And then it has to be converted into a readable format. ഹ്യൂമൻ ബീങ്സിന് മനസ്സിലാകുന്ന ഒരു റീഡബിൾ ഫോർമാറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? പ്രസന്റ് ടു ദ യൂസർ. യൂസറിനെ പ്രസന്റ് ചെയ്ത് കൊടുക്കുക, ഡിസ്പ്ലേ ടു ദ യൂസർ. അല്ലെങ്കിൽ പ്രിന്റ് ദ ഔട്ട്പുട്ട് ഓൺ ടു ദ പേപ്പർ. ഹ്യൂമൻ ബീങ്സിന് മനസ്സിലാകുന്ന ഭാഷയിലാണ് നമുക്ക് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ആക്സെപ്റ്റ് ഡാറ്റ ഫ്രം ദ കമ്പ്യൂട്ടർ, കൺവേർട്ട് ഇറ്റ് ഇൻടു ഹ്യൂമൻ റീഡബിൾ ഫോം and then display or give to the computer. ഇതാണ് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷണൽ യൂണിറ്റ്സ് 4 എണ്ണമാണുള്ളത്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. വിത്ത് ഓൾ ദീസ് ഡിവൈസസ്, ഈ യൂണിറ്റുകളെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം ഡാറ്റ പ്രോസസിംഗ്. ബിക്കോസ് ഈ യൂണിറ്റ്സ് എല്ലാം when you compare with the stages of data processing, അതുമായിട്ട് മാച്ച് ആവുന്നുണ്ട് അല്ലേ? ഇൻപുട്ട് ഓഫ് ഡാറ്റ, we have input devices for computer to input data.
processing and manipulation. We have the CPU for performing the data processing. Then we have storage devices, which is for storing the data, and then we have the output devices for presenting the information to the user. And you can also distribute the information thereafter to the people concerned. ആർക്കാണോ ഇൻഫർമേഷൻ കൊണ്ട് ആവശ്യം അവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, either through network or after taking printout. So this is the reason why computers are treated as data processing machines. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരാം, computers are data processing machines, justify your answer. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ആൻസർ എഴുതേണ്ടത്. So based on this discussion, we will define computers as electronic machines that accepts data and instructions from the user, performs arithmetic and logic operations based on the instructions given by the user, and produces information as output. Now let us discuss the characteristics of computers. We have already seen that computers can perform millions of instructions per second. ഒരു സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളാണ് കമ്പ്യൂട്ടറുകൾ. അതുപോലെ തന്നെ ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കമ്പ്യൂട്ടർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും കറക്റ്റ് ആണെങ്കിൽ റിസൾട്ടുകളും കറക്റ്റ് ആയിരിക്കും. അതർവൈസ് യു ഗെറ്റ് റോങ് റിസൾട്ട്സ്. ഇഫ് യു ഗിവ് റോങ് ഇൻപുട്സ് ആൻഡ് റോങ് ഇൻസ്ട്രക്ഷൻസ്, the output that you will get, it will also be wrong. ഓക്കെ, ഇതാണ് കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത. അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് സ്പീഡാണ്. നമ്മളൊരു ഹ്യൂമൻ ബീയിങ് 2 or 3 അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ എടുത്ത് ചെയ്യുന്ന ജോലികൾ കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ മതി. വി മെഷർ ദ സ്പീഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ നാനോ സെക്കൻഡ്സ്. നാനോ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 10⁻⁹ സെക്കൻഡ്സ് ആണ്. അപ്പോൾ അത്രയും ഷോർട്ടാണ് കമ്പ്യൂട്ടറിന്റെ ടൈമിങ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് പെർഫോംസ് ഇൻസ്ട്രക്ഷൻസ് വെരി ഫാസ്റ്റ് അറ്റ് എ ട്രെമൻഡസ് സ്പീഡ്. സോ വൺ ഓഫ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഇസ് സ്പീഡ്. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആക്യുറസിയാണ്. ആക്യുറസി. നമ്മൾ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടുകളെല്ലാം വളരെ ആക്യുറേറ്റ് ആയിരിക്കും. വളരെ പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകളായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4-5 നമ്പേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ ഇഗ്നോർ ചെയ്യും. കമ്പ്യൂട്ടേഴ്സിന് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ കാൽക്കുലേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ, ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ആക്യുറസി ആണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത് ഡിലിജൻസ് എന്ന് പറയും. ഡിലിജൻസ് എന്താ? ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ക്യാൻ വർക്ക് ഫോർ എനി amount of time without getting tired. Now we know that when we work we get tired after 1 hour or 2 hours, something like that. But computers, you switch it on in the morning and you can switch it off in the evening or night. Or there are server machines, computers which works 24/7. എല്ലാ ആഴ്ചയിലും 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന മെഷീനുകളാണ് കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക് ഡിലിജൻസ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയി പറയുന്നത് വെർസറ്റൈലിറ്റിയാണ്. വൈ ഡു യു യൂസ് കമ്പ്യൂട്ടേഴ്സ്? നമ്മൾ കമ്പ്യൂട്ടറുകൾ പാട്ട് കേൾക്കാൻ ഉപയോഗിക്കാറുണ്ട്, നമ്മൾ കമ്പ്യൂട്ടറുകൾ സിനിമ കാണാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺട്രോളിങ് മിസൈൽസ്. കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻസൈഡ് ബാങ്ക്സ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് പ്രോസസ്സിംഗ്. അപ്പോൾ കമ്പ്യൂട്ടർ പല തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് വെർസറ്റൈൽ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പെർഫോമിങ് വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ്. പല തരത്തിലുള്ള ജോബുകൾ പെർഫോം ചെയ്യാൻ, പല തരത്തിലുള്ള ടാസ്കുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി യു ക്യാൻ യൂസ് എ കമ്പ്യൂട്ടർ. അതാണ് വെർസറ്റൈലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹ്യൂജ് മെമ്മറി കപ്പാസിറ്റി, പവർ ടു റിമെമ്പർ. നമുക്കറിയാം ഒരുപാട് ഡാറ്റ നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ഫോർ എനി എമൗണ്ട് ഓഫ് ടൈം, എത്ര നാളത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. ഹ്യൂജ് വോളിയൂം ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് ദ കമ്പ്യൂട്ടർ. അത് നമ്മൾ വെൻ വി ടോക്ക് അബൌട്ട് ദ സ്റ്റോറേജ് കപ്പാസിറ്റി വി ടോക്ക് ഇൻ മെഗാബൈറ്റ്സ്, ജിഗാബൈറ്റ്സ്, ടെറാബൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാം. അതിൻ്റെ മെഷർമെൻറ്റ് യൂണിറ്റുകൾ അതൊക്കെയാണ്. അപ്പോൾ ഒത്തിരി ഡാറ്റ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് വേറൊരു
ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജുകളാണ്. സ്പീഡ്, അക്യുറസി, ഇന്റലിജൻസ്, വെർസറ്റൈലിറ്റി ആൻഡ് ഹ്യൂജ് മെമ്മറി കപ്പാസിറ്റി. കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ there are two characteristics which are disadvantageous characteristics. ഒന്ന്, no IQ for computers. The IQ of computer is 0. What does it mean? Intelligence quotient. In one of the classes, I had already told you that computers have no intelligence, but you can make artificial intelligence for the computer. It doesn't have natural intelligence. So it cannot think, it cannot act on its own. It will act only based on the instructions given by the user. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഒരു രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ it will add two numbers, but you have to tell it precisely what exactly to do. നമ്പേഴ്സ് കൊടുക്കേണ്ടി വരും, എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയേണ്ടി വരും. കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മാത്രമേ കമ്പ്യൂട്ടർ അത് പെർഫോം ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ ഹാസ് നോ IQ. രണ്ടാമത് പറയും ഇറ്റ് ഹാസ് നോ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, നോ ഡിസിഷൻ മേക്കിംഗ് പവർ. ഇറ്റ് cannot take any decision on its own. All decisions made by the computer are made to take decisions. Human beings instruct based on certain conditions and then computer takes decision based on the instruction, based on the conditions given by the user. അപ്പോൾ ഇതിന് തിങ്കിങ് കപ്പാസിറ്റി ഇല്ല, IQ ഇല്ല, ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് കമ്പ്യൂട്ടറിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറെ കുറിച്ച് പറയാനുള്ളത്. ബാക്കിയെല്ലാം അഡ്വാൻറ്റേജസ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു രണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് we say that we are the masters. Human beings are the masters and computers are just slaves. Okay, so there is a statement given, human beings are the masters and computers are slaves. What is your justification for that statement? You can say that it is the human beings that has intelligence and has a capacity for taking decisions. Computers neither have IQ nor it can take decisions. ഈ രണ്ട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് ഹ്യൂമൻ ബീങ്സ് മാസ്റ്റേഴ്സ് ആയിട്ടും കമ്പ്യൂട്ടേഴ്സ് ജസ്റ്റ് സ്ലേവ്സ് ആയിട്ടും നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. 5 ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും 2 ക്യാരക്ടറിസ്റ്റിക്സ് ഡിസഡ്വാൻറ്റേജസ് ഉള്ള ക്യാരക്ടറിസ്റ്റിക്സുമാണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ഇത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.